യുഎസിൽ H-1B വിസയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾക്കിടയിൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ OPT എന്ന പ്രോഗ്രാം ടെക് ലോകത്ത് ശ്രദ്ധ നേടുകയാണ്. F1 വിസയിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് യുഎസിൽ താമസം നീട്ടാനും പഠന മേഖലയിൽ പ്രായോഗിക പരിചയം നേടാനും OPT സഹായിക്കുന്നു. ഈ പ്രോഗ്രാം വഴി വലിയ കമ്പനികൾ തൊഴിലാളികളെ നിയമിക്കുന്നതിലെ നികുതി ആനുകൂല്യം വിവാദമായിട്ടുണ്ട്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നിവ ഉൾപ്പെടുന്ന STEM മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 3 വർഷം വരെ യുഎസിൽ ജോലി ചെയ്യാൻ OPT അവസരം നൽകുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 1,09,661 തൊഴിലാളികൾ OPT വഴി ജോലി ചെയ്തു. OPT പ്രോഗ്രാം വഴി വിദേശ വിദ്യാർത്ഥികൾക്ക് യുഎസിൽ അവരുടെ താമസം നീട്ടാനും പഠന മേഖലയിൽ പ്രായോഗിക പരിചയം നേടാനും സാധിക്കുന്നു. ചില വലിയ കമ്പനികൾ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് തൊഴിലാളികളെ നിയമിക്കുന്നതിനെക്കുറിച്ച് വിമർശനങ്ങളും പ്രശംസകളും ഉയരുന്നുണ്ട്. OPT പ്രോഗ്രാം അനുസരിച്ച് STEM മേഖലയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം 3 വർഷം വരെ യുഎസിൽ ജോലി ചെയ്യാം. ഈ പ്രോഗ്രാം തൊഴിൽദാതാക്കൾക്ക് നൽകുന്ന നികുതി ആനുകൂല്യമാണ് വിവാദത്തിന്റെ പ്രധാന കാരണം. OPT ജീവനക്കാരെ നിയമിക്കുന്ന കമ്പനികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ തുടങ്ങിയ ഫെഡറൽ പ്രോഗ്രാമുകളിലേക്ക് പണം നൽകേണ്ടതില്ല, അല്ലെങ്കിൽ US ജീവനക്കാർക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ തുക നൽകിയാൽ മതി. തൊഴിൽ വിപണിയിൽ വലിയ ടെക് കമ്പനികളുടെ പങ്ക് വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഈ പഴുത് ഒരു പ്രധാന പ്രശ്നമായി മാറുകയാണെന്നാണ് റിപ്പോർട്ട്. H-1B വിസയിൽ കൃത്യമായ വേതന വ്യവസ്ഥകളുണ്ട്, എന്നാൽ OPTയിൽ അങ്ങനെയല്ല. എങ്കിലും തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകണം. US ജീവനക്കാർക്ക് തുല്യമായ തൊഴിൽ സാഹചര്യങ്ങളും നൽകണമെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ച് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമിടയിലുള്ള അന്തരം കുറയ്ക്കാൻ 1992 ആരംഭിച്ച OPT പ്രോഗ്രാം കാലക്രമേണ വളരെയധികം വികസിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ 1,09,661 തൊഴിലാളികൾ OPT പ്രകാരം ജോലി ചെയ്തു. ഈ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ടെക് മേഖലയിലെ വലിയ കമ്പനികൾ OPTയെ ആശ്രയിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആമസോണാണ് ഏറ്റവും കൂടുതൽ OPT ജീവനക്കാരെ നിയമിക്കുന്നത്. 10,000-ലധികം ജീവനക്കാർ അവിടെയുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സിസ്റ്റത്തിൽ ഏകദേശം 3,000 ജീവനക്കാരും ഗൂഗിളിൽ 2,500-ൽ താഴെ ജീവനക്കാരുമുണ്ട്. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ യൂസേഴ്സും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ ആളുകളെ അറിയിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ TCS, കോഗ്നിസന്റ്, ഇൻഫോസിസ് എന്നീ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മളിത് മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളിൽ പോസ്റ്റ് ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ഒരു യൂസർ അഭിപ്രായപ്പെട്ടു. ഒരു അമേരിക്കൻ പൗരനേക്കാൾ ഒരു കുടിയേറ്റക്കാരന് പ്രാധാന്യം നൽകുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. ആളുകൾ ചിന്തിച്ച് വോട്ട് ചെയ്താൽ ഈ തട്ടിപ്പുകാരായ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുക്കപ്പെടില്ലെന്ന് മറ്റൊരാൾ പറഞ്ഞു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.